അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ രാഹുൽ ബിൻ ബീരാൻ. എന്തുകൊണ്ട് ഞാൻ വഹാബിസം വിട്ടു എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ ആശയം വിടാൻ എന്തായിരിക്കും കാരണമെന്നറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പിന്മാറ്റം, വഹാബിസത്തിൽ നിന്നുള്ള പിന്മാറ്റം, അത് കേവലം എന്തെങ്കിലും പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ആരുടെയും ഒരാളുടെ പ്രചോദനം ഇതൊന്നുമല്ല. കൃത്യമായ തെളിവിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് വഹാബിസം അതിൻ്റെ പ്രശ്നങ്ങളും ബോധ്യപ്പെട്ടത്. ഇവിടെ എനിക്കാദ്യം പറയാനുള്ളത്, ഏകദേശം +2 വരെ കാര്യമായ മതബോധമൊന്നുമില്ലാതെ ജീവിച്ച എനിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരിലൂടെയാണ് ഞാൻ പിന്നെ ദീനീപരമായ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. മുജാഹിദ് പ്രസ്ഥാനം അവർ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇതെല്ലാം ഞാൻ മുജാഹിദ് പള്ളികളിലെ ഒത്തുപൊലിലൂടെ, മുജാഹിദ് പ്രഭാഷകന്മാരിലൂടെ കൂടുതൽ കേൾക്കുകയും അതിൽ ആകൃഷ്ടരാവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വഹാബിസത്തിൻ്റെ മുഖം അതിസുന്ദരമാണ്. എന്നാൽ വഹാബിസത്തിലേക്ക് കടന്നാൽ നമുക്കതിൻ്റെ ജീർണതകൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തുറന്നു പറയുന്നു, അതിലെ പ്രവർത്തകർ 100% നല്ല ദീനിനോട് നല്ല ബോധവും തഖ്വയുള്ള പ്രവർത്തകർ തന്നെയാണ്. അവർ അവരുടെ പാത ഹക്കാണെന്ന് 100% ആത്മാർത്ഥതയോടെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർ അതിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ വഹാബിസത്തെക്കുറിച്ച്, ഈ മുജാഹിദ് സലഫി ആശയത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുണ്ടായ സാഹചര്യം 2012 അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയുന്നു, അവർക്കിടയിൽ ഉണ്ടായ ജിന്നുമായി ബന്ധപ്പെട്ട വിവാദമാണ്. സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് ഞാനൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ അതുവരെ പുലർത്തിപ്പോന്ന പല ധാരണകളും അബദ്ധമായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ ഒരുപാട് ഇങ്ങനെ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 പോയിന്റുകൾ ഞാൻ എടുത്തു പറയാം. ഈ പോയിന്റുകളാണ് മുജാഹിദ് പ്രവർത്തകരും അവരുടെ ഫേസ്ബുക്ക് മുഫ്തിമാരുമെല്ലാം സ്ഥിരം ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, വഹാബിസം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ പ്രത്യേകമായി ഒരു മദ്ഹബ് ഫോളോ ചെയ്യുന്നില്ല. അതിനവർ പറയുന്ന ന്യായം മദ്ഹബിലെ ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ തന്നെയാണ്. കാരണം ഇമാം ഷാഫി റഹിമഹുല്ല പറയുന്നുണ്ട്, തൻ്റെ വചനത്തിന് എതിരായി, താൻ പഠിപ്പിച്ചതിനെതിരായി നിങ്ങൾക്ക് വല്ല ഖുർആനോ ഹദീസോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം മാറ്റിവെച്ചുകൊണ്ട് ആ ഖുർആനും ഹദീസും പിന്തുടരണമെന്ന്. അതേപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലും പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നതിനെതിരായിട്ട് നിങ്ങൾക്ക് വല്ല തെളിവും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒഴിവാക്കി അത് പിന്തുടരണമെന്ന്. ഇത്തരത്തിലുള്ള വചനങ്ങൾ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അതുകൊണ്ട് വഹാബികൾ പറയുന്നു, വഹാബി പണ്ഡിതന്മാർ കേരളത്തിൽ പറയുന്നു, ഞങ്ങൾ 4 ഇമാമിയങ്ങളെയും അംഗീകരിക്കുന്നു, 4 ഇമാമിയങ്ങളുടെയും കണ്ടെത്തലുകൾ പരിശോധിച്ച് അതിൽ ഖുർആനും സുന്നത്തിനും ഏറ്റവും അനുയോജ്യമായത് ഏതാണോ അത് ഞങ്ങൾ പിന്തുടരുന്നു, മറ്റുള്ളത് അവരോടുള്ള സർവ്വ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊതുവേദികളിൽ ധാരാളം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാവാതെ പോകുന്നൊരു കാര്യമുണ്ട്. കാരണം ഇമാം ഷാഫി റഹിമഹുല്ല ഇത് പറയുന്നത് ആരോടെ എന്ന് ചിന്തിക്കണം. അദ്ദേഹം പറയുന്നത് സാധാരണക്കാരോടല്ല. എൻ്റെ വചനത്തിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം ഒഴിവാക്കി ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് പറയുന്നത് പ്രഗത്ഭരായ ഇമാം നവവി റഹിമഹുല്ല പോലുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഈ വചനം എടുത്തുകൊണ്ട് സാധാരണക്കാരിൽപ്പെട്ട നമ്മളെപ്പോലെ സാധാരണക്കാരായ ആൾക്കാർ, ഒരുപാട് സാധാരണക്കാർ ഈ ലോകത്തുണ്ട്, അവരൊക്കെ അവരുടേതായ ഒരു ആശയം കണ്ടെത്തുകയും പുതിയ ഇസ്ലാമിക ആശയം കണ്ടെത്തുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ഏറ്റവും വലിയ മറ്റൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഈ 4 ഇമാമുകളുടെയും ഗ്രന്ഥങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർണ്ണയിക്കാൻ ഇന്ന് കേരളത്തിലെ ഒരു സലഫി പണ്ഡിതന് അതിനുള്ള അർഹതയില്ല. അതിനുള്ള ഇജ്തിഹാദിന്റെ റാങ്കിലെത്തിയ ഒരു പണ്ഡിതൻ പോലും ഇന്ന് ലോകത്തില്ല. അത്രത്തോളം അഗ്രഗണ്യരായ ഒരു പണ്ഡിതൻ ഇന്ന് ലോകത്തില്ല. പിന്നെ എങ്ങനെ അവർക്ക് ഇതെല്ലാം ഗ്രഹിക്കാൻ പറ്റും?
ഇവരുടെ ഏതൊരു വാദമാണെങ്കിലും ആ വാദത്തിന് കൃത്യമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ പിന്തുണ വേണം. ഏറ്റവും ചെറിയ ഉദാഹരണം എന്താണ്? ഇമാം ഷാഫി റഹിമഹുല്ല തൻ്റെ ഉസ്താദായ ഇമാം അബൂ ഹനീഫയുടെ ഖബറിടം സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് സുബഹ് നമസ്കാരം നടത്തി. അപ്പോൾ അദ്ദേഹം കുനൂത്ത് ഓതിയിരുന്നില്ല. അത് ഇമാം അബൂ ഹനീഫയോടുള്ള ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ്. കാരണം അദ്ദേഹം കുനൂത്ത് സുന്നത്തല്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടെ കുനൂത്ത് ഓതിയില്ല. ഇവിടെ കുനൂത്ത് ഓതാനും ഓതാതിരിക്കാനും രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഹക്ക് തന്നെയാണ്. കാരണം രണ്ടുപേരും പറഞ്ഞത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടുപേർക്ക് ലഭിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ പറ്റും. അതേപോലെ തന്നെ ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് ഇവർ മദ്ഹബുകൾ നിരാകരിക്കുന്നു. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ശരിക്കും ഏറ്റവും വലിയ ഖുറാഫികൾ എന്ന പദത്തിനർത്ഥം, അതായത് ഒന്നും മനസ്സിലാക്കാതെ വിശ്വസിക്കുന്നവർ കേരളത്തിലെ സലഫി സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം ഇവർ ഫോളോ ചെയ്യുന്നത് മുൻകാല സലഫി പണ്ഡിതന്മാരെ തന്നെയാണ്. ഇബ്നു മാസും ഇബ്നു തൈമിയും അബ്ദുൽ വഹാബും പോലുള്ള സലഫി പണ്ഡിതന്മാരുടെ ഫത്വകൾ മാത്രമാണ് ഇവർ പിന്തുടരുന്നത്. അതേപോലെ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വേർഡിൽ പറയാണ്, എന്താണ്? ഖുർആൻ സുന്നത്തും സലഫി പണ്ഡിതന്മാർ എങ്ങനെ മനസ്സിലാക്കിയോ, അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, ബുഖാരി പരിഭാഷ, ഇതിലൂടെ മനസ്സിലാക്കുക. ഇതാണ് ഇവരുടെ ഒരു കണ്ടെത്തൽ. അതല്ലാതെ ഒരു ഇമാമിങ്ങളിലേക്ക് അവരുടെ കിതാബുകൾ അവരെന്ത് പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു അകന്ന ഒരു നല്ലൊരു പഠനം അവർ നടത്താറേയില്ല. കാരണം നമുക്കറിയാം ഗൾഫിലെ സലഫികൾ വരെ മദ്ഹബുകൾ അംഗീകരിക്കുന്നതാണ്. ഇബ്നു അബ്ദുൽ വഹാബ് വരെ എന്താണ് പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ നസ്സായി സ്വീകരിക്കുന്നതാണ്, പിന്നെ ഖുർആനും സുന്നത്തിലേക്കും പോകേണ്ട ആവശ്യമില്ലാന്ന്. കാരണം അത് സത്യമായിരിക്കുന്നു. കാരണം അത്രത്തോളം വലിയ തക്ലീദായിരുന്നു പിന്നെ ഇമാം ഇബ്നു അബ്ദുൽ വഹാബിനുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗൾഫിലെ സലഫിസം ഒക്കെ വിട്ട് കേരളത്തിലൊരു മതയുക്തിവാദപരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെയും തമ്മിൽ ഭേദം തൊമ്പൻ കുറച്ചുകൂടി ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ ആധികാരികമായി പിന്നെ അവരെ തള്ളാതെ പിന്നെ പഠിക്കാൻ ശ്രമിക്കുന്നത് പിന്നെയും പിന്നെ മുജാഹിദ് ദഅവാ സമിതിയാണ്. മടവൂരും കേന്ദ്രവും പിന്നെ നമ്മൾ ഒഴിവാക്കി വിട്ട്, കാരണം അത് ചേകന്നൂരിൻ്റെ ശിഷ്യന്മാരാണ്. അതങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ള കാര്യം. കാരണം മദ്ഹബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ നിലപാട് പൂർണ്ണമായും തെറ്റാണ്. കാരണം മദ്ഹബിലെ പണ്ഡിതന്മാർ എന്ത് തീരുമാനം എടുത്താലും അവരുടെ തീരുമാനത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാം ഹക്കാണ്. കാരണം അവർ തീരുമാനം എടുത്തത് അവർക്ക് ലഭ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വെറുതെ അവരുടെ യുക്തിവാദമല്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സലഫികൾ, ഓൺലൈൻ സലഫികൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന ഇസ്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സാലിഹ് ഇബ്നു ഫൗസാന്റെ ഫത്വകൾ നോക്കൂ. അദ്ദേഹം പോലും പറയുന്നു സാധാരണക്കാർക്ക് മദ്ഹബ് പിന്തുടരൽ നിർബന്ധമായി തീരുമെന്ന്. പിന്നെ രണ്ടാമത് ഒരു കാര്യം ഞാൻ സ്വന്തമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നിങ്ങളും പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചേകന്നൂരിസവും മുജാഹിദും, ഇവരോട് രണ്ട് കൂട്ടരോടും ഞാൻ സംവദിക്കുമ്പോൾ എനിക്ക് ഒരേപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ചേകന്നൂരിൻ്റെ അനിയന്മാരാണ്. ചെറിയ ചേകന്നൂരാണ് മുജാഹിദ്, ചെറിയ മുജാഹിദാണ് പിന്നെ വലിയ ചേകന്നൂരാവുക. കാരണം ഒരു ചേകന്നൂരിനോട് സംസാരിക്കുമ്പോൾ അവർ ഹദീസിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു. അപ്പോൾ ചേകന്നൂരിനോട് നമ്മളെന്ത് ചോദിക്കും? നിങ്ങൾ ഖുർആൻ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? കാരണം ഈ ഹദീസുകൾ പറഞ്ഞു തന്ന പണ്ഡിതന്മാരിലൂടെയല്ലേ ഖുർആനും വന്നത്. ഖുർആൻ സത്യമാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത് എന്ന് നമ്മൾ ചേകന്നൂരിനോട് ചോദിക്കാറുണ്ട്. കാരണം ഇവർ എല്ലാ പണ്ഡിതന്മാരെയും മാമിങ്ങളെയും എല്ലാവരെയും ശിരീക്കാക്കി എല്ലാവരെയും ജൂതന്മാരെയും ഏജന്റ് ആക്കിക്കൊണ്ടാണ് ചേകന്നൂരിസം എന്ന കാഫിറിന്റെ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ എന്തു പറയാനാ, ദുഃഖകരം എന്ന് പറയട്ടെ, ഞാൻ പല മടവൂരി KNMന്റെ പിഴച്ചുപോയ ആദർശക്കാരായ മടവൂരി KNM ഇവരോട് വരെ സംവദിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതേ ഒരു രീതി എനിക്ക് ഇവിടെ പിന്തുടരേണ്ടി വരുന്നു. കാരണം ഇവർ സർവ്വ ഇമാമിയങ്ങളെയും തള്ളി എല്ലാവരെയും തള്ളി ഞങ്ങൾ ഖുർആനും സുന്നത്തിൻ്റെ ആൾക്കാരായിരുന്നു. ഇത് പറഞ്ഞ കേട്ടവരിക്കും ഖുർആനും സുന്നത്ത് ഇമാമിയങ്ങളെല്ലാം ആരും കാണാത്തവർ നേരെ അവരിലേക്ക് വന്ന് ഇറങ്ങിയതാണ് ഡയറക്റ്റായിട്ട് ഖുർആനും സുന്നത്തിലേക്ക് ഇമാമിയങ്ങളോടൊന്നും അല്ലാതെ പോകുക എന്നുള്ളൊരു ആശയം അവർ പറയുന്നത്. അവിടെ നമ്മളെന്താ പറയുക, പിന്നെ ഇമാമിയങ്ങൾക്ക് കിട്ടാത്ത യുദ്ധനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? പിന്നെ ഇമാം ബുഖാരിയിലെ ഹദീസ് ഈ സ്വഹീഹാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇത്തരത്തിൽ ചേകന്നൂരികളോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് അവരോട് നമ്മൾ സംവദിക്കുന്നത്. പിന്നെ അവർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? നിഷേധത്തിന്റെ കാര്യത്തിൽ ചേകന്നൂരികൾ പറ്റ നിഷേധികളായി കാഫറായി. പക്ഷെ ഇവർ അത്രത്തോളം നിഷേധിക്കുന്നില്ല. ചില ഹദീസുകളെ ബുദ്ധിക്ക്
യോജിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്നൊരു പ്രവണതയാണ് ഈ മടവൂരി KNM ആശയക്കാർക്കുള്ളത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചേകന്നൂരികൾ ഹദീസിനെ നിഷേധിക്കാൻ പിന്നെ വിശുദ്ധ ഖുർആൻ പോരെ, വിശുദ്ധ ഖുർആൻ മതി എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ ഹദീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ സംസാരിക്കും അവരോട്. അപ്പോൾ അവർ നമ്മളെ ഖുർആൻ്റെ നിഷേധികളായി മുദ്രകുത്തുന്നു. അതേപോലെ തന്നെ വഹാബികളോട് നമ്മൾ അമ്പിയാക്കളോടും ഔലിയാക്കളെ പറ്റിയും അവരുടെ മുഅ്ജിസത്ത് കറാമത്തുകളെ കുറിച്ച് പറയുമ്പോഴും അവർ നമ്മൾ എന്താക്കി മുദ്രകുത്തുന്നു? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരായി മുദ്രകുത്തുന്നു. ചേകന്നൂർ പറയുന്നു നമ്മൾ ഖുർആൻ പോരെ, അതൊരു കപടതയാണ്, ആത്മാർത്ഥതയല്ല. അതേപോലെ തന്നെയാണ് ഇവർ നമുക്ക് അല്ലാഹ് പോരെ എന്ന് ചോദിക്കുന്നത്. അത് രണ്ടും ഒരേ രീതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം അടുത്ത് പ്രശ്നം ഉണ്ടായി 2014 ശേഷം. ഇവർ പറയുന്ന നിർവചനം, പ്രാർത്ഥനയ്ക്ക് പറയുന്ന നിർവചനം, ഇവർ പറയുന്ന ഷിർക്കിന്റെ മാനദണ്ഡം, ഇതിനൊക്കെ അഹ്ലുൽ സുന്നയുടെ എന്ത് തെളിവാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അബൗദ്ധികവും അദൃശ്യവും കാര്യകാരണ ബന്ധത്തിന് അതീതമായുള്ള അള്ളാഹു അല്ലാത്തവരുടെ സഹായത്തട്ടം മുഴുവൻ ഷിർക്കാണ് എന്ന് ഇവർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, എവിടെ, ആര് പറഞ്ഞു? ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമാണ് എന്ത്? അത് ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതികവും അഭൗതികവും എല്ലാം കൊണ്ടുവരുന്നത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാർ 21 നൂറ്റാണ്ടിലുണ്ടായ ആൾക്കാരാ? സാധാരണക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുതലേ സാധാരണക്കാരുണ്ട്, ഇമാമിങ്ങളുടെ കാലത്തുണ്ട്. അവർ ഖവാരിജുകളെല്ലാം നേരിട്ടവരാണ്. അന്ന് മുതലേ സാധാരണക്കാർ ഈ ലോകത്തുണ്ട്. അപ്പം അന്ന് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാത്ത രീതിയിൽ ഒരു പുതിയ നിർവചനം ഇന്ന് ഇവരുണ്ടാക്കിയതല്ലേ എല്ലാം. കാരണം ഇത് അവർക്ക് തന്നെ ഉറപ്പില്ല, 100% ഉറപ്പാണ്. അവരുടെ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ ഉറപ്പില്ല അവരുടെ തൗഹീദിൽ. അവരെന്നെ ഓരോ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്താഗതികളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഈ മനുഷ്യ കഴിവും സൃഷ്ടി കഴിവും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഒരുപാട് എന്നെ ചിന്തിപ്പിച്ച ഒരുപാട് കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം പറയുന്നു എന്ത് ചെയ്യാൻ മോദിച്ചെന്ന് വിളിച്ച ഷിർക്കാണ്. അതുകൊണ്ട് എവിടെ ആര് പറഞ്ഞു? എന്ത് ഇസ്ലാമിൽ എന്ത് തെളിവാണുള്ളത്? ഇത് ഇമാമാണ് പറഞ്ഞത്. ഇസ്തിഗാസ, കാരണം അന്ന് പണ്ട് നൗഷാദ് അഹ്സനി ഒരു ചോദ്യം ചോദിച്ചു, ഇസ്തിഗാസ ഷിർക്കാണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയയുടെ മുമ്പ് ഒരു ഇമാമിനെ പറഞ്ഞു തരുമെന്ന്. എവിടെ? ശരിക്കും ഇബ്നു തൈമിയയുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, അത് ഇബ്നു അബ്ദുൽ വഹാബ് അതിൽ ആകൃഷ്ടരായി. ഇബ്നു അബ്ദുൽ വഹാബ് അത് തൗഹീദായിട്ട്, കിതാബ് തൗഹീദായിട്ട് അതിവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ ഫോളോവേഴ്സാണ് ഈ സലഫികൾ. കാരണം ഇവർക്ക് പല ഇമാമികളുടെയും ഗ്രന്ഥങ്ങളും അവരുടെ ഇസ്തിഗാസകളും പലതും കാട്ടിക്കൊടുത്ത് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. എത്രയുണ്ട് ഒന്നും മിണ്ടില്ല, കൊണ്ടുവന്നവർക്ക് മിണ്ടാൻ കഴിയേയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കടുത്ത വഹാബിയായിരുന്ന കാലത്ത് ഒരിക്കൽ പേരോട് ഹസനഗുഡി സംവാദത്തിൽ വെച്ച് നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സക്കരിയ സുലാഹിയോട്. അതായത് ആ സംവാദത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് പേരോട് സുന്നി ആദർശപ്രകാരം ചെയ്ത ഇമാമിങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെ പേര്, ഇവർ മുശ്രിക്കാണെന്ന് ചോദിക്കുകയാണ്. കാരണം അത് നല്ലൊരു ചോദ്യമാണ്. ഞാനാകെ ടെൻഷനായി, പടച്ചോനെ എങ്ങനെയാണ് ഇപ്പോൾ സക്കരിയ സുലാഹി ഇതിന് മറുപടി പറയുന്നത്? സുലാഹി എന്ത് എളുപ്പമായിട്ട് മറുപടി പറയുന്നു, ഞങ്ങളുടെ പ്രമാണം ഖുർആൻ സുന്നത്തുമാണ്, ആരെയും മുശ്രിക്കാക്കാൻ ഞങ്ങൾക്കില്ല. ഇന്നും മുജാഹിദുകൾ ഈ ഒരു വാദം ട്രേഡ് മാർക്കായി കൊണ്ടുകൊടുക്കുക, ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കൂല. പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം അവിടെ ആ സംവാദ വ്യവസ്ഥയിൽ എഴുതിയ സുന്നി വിശ്വാസ പ്രകാരം അവരുടെ വിശ്വാസമാണെന്ന് ശരി എന്ന് തെളിയിക്കുന്ന, ഇരുപക്ഷവും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ സുന്നി വിശ്വാസ പ്രകാരം ചെയ്ത അമലുകൾ എടുത്തിട്ടുകൊണ്ടാണ് പേരോട് ചോദിക്കുന്നത് പിന്നെ ഇവർ മുശ്രിക്കാണോന്ന്. അതിന് നല്ലൊരു മുജാഹിദ് ആയിരുന്നെങ്കിൽ എങ്ങനെ മറുപടി പറയേണ്ടതെന്ന് അറിയോ? ഒന്നുകിൽ പേരോട് പറയുന്നത് സത്യമല്ല പറയണം, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല പറയണം, അല്ലെങ്കിൽ പേരോട് കട്ടുമുറിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ അതിന് ശരിയായ അർത്ഥം ഇങ്ങനെയാണ് പറയണം. അങ്ങനെ പറഞ്ഞാൽ തെളിയിക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ പ്രമാണ ഖുർആൻ സുന്നത്താണ് പറഞ്ഞ അർത്ഥം എന്താ? സ്വാഭാവികമായിട്ടും ഈ ഇമാമികൾ ചെയ്ത തെറ്റാന്ന് അവിടെ വരും. അന്നേ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ മറുപടിയാണ് പ്രശ്നമായത്. പക്ഷേ എന്തോ ഞാൻ പിന്നെ അന്നത്തെ കാലത്ത് അതിനെന്തെങ്കിലുമൊക്കെ മറുപടി ഉണ്ടായിരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വിട്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവരെന്താ പറയുക, ഇവർ സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരിക, വളരെ സിമ്പിളായിട്ട്. കാരണം ബാക്കിയുള്ളതൊക്കെ മൂടി വെച്ചിട്ട്, കാരണം പുറമേ നിന്ന് പറയുമ്പോൾ നല്ല രസമാണ്. മുജാഹിദ് പോലെ ശരീരൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ആരോ ആകർഷമായി പോകും പലരും. അങ്ങനെയാണ്. കാരണം ഇവർ പ്രസംഗം എങ്ങനെയാ, ഒരു കൂട്ടം ലോകത്തുള്ള സുന്നികളെല്ലാവരും മുശ്രിക്കാക്കി 1400 മുമ്പുള്ള ഒരു അവസ്ഥ ഇപ്പോഴും പുനഃസൃഷ്ടിക്കുന്ന പോലെ അങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത്. 1400 മുമ്പുള്ള അവസ്ഥ പുനഃസൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവർ ഒരു പുതിയ ഇസ്ലാമിൻ്റെ വാഹകരായിട്ട് വരികയും എന്നിട്ട് ഇവിടെ തൗഹീദും ശിർക്കുണ്ടാക്കിയപ്പോൾ അവർ തമ്മിൽ തൗഹീദും ശിർക്കിൻ്റെ അടിയായി. ഞാൻ രസകരമായി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. 2012 വരെ ഇവർ സ്പ്ലിറ്റ് ഉണ്ടാകുന്നവരെ
ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ട് സുന്നി പണ്ഡിതന്മാരെ ഇവർ മുസ്ലിക്കാക്കി. 2012 ശേഷം അതേ പണ്ഡിതന്മാർ തന്നെ അതേ മുജാഹിദ് പണ്ഡിതന്മാർ 2 വേദികളിൽ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിക്കും കാഫിറാകും. നീ ചെയ്ത ശിർക്ക്, നീ ചെയ്യുന്ന ശിർക്കല്ല. എന്താണ് അവസ്ഥ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സലഫി പ്രവർത്തകർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ പിന്നെ കൃത്യമായ അഹ്ലുസുന്നയുടെ വീക്ഷണം അതിൽ നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നെ വേറെ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാറാണെന്ന് പറയും പോലെ, ഞാൻ എന്നെ തന്നെ കുറച്ച് ഗ്രേഡ് കൂട്ടി വിളിക്കുന്നു പറയും പോലെ ഇവർക്കൊരു ധാരണയുണ്ട്. ഞങ്ങൾ സലഫികൾ കുറച്ച് ഭൗതികപരമായിട്ടും ബുദ്ധിപരമായിട്ടും അത്യാവശ്യം ചിന്തിക്കുന്നവരാണ്. സുന്നികൾ കുറച്ച് പാവപ്പെട്ടവരും സാധാരണക്കാരാണ്, അവരങ്ങനെ താഴ്ന്ന ആൾക്കാരാണ്. നമ്മൾ സലഫികൾ കുറച്ച് പൊന്തിയ ആൾക്കാരെന്നുള്ള ചിന്ത ഉണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ സുന്നിയാർ പറയും തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കോ, അവൻ തീരെ ബുദ്ധിയില്ല എന്നൊക്കെ. ശരിക്കും ഈ ബുദ്ധി കുറവ് ഇത് ശരിക്കും നിങ്ങളൊരു എന്താ പറയുക, ഒരു അബദ്ധധാരണയാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, കുറച്ചുകൂടി ഉയർന്ന ആൾക്കാരാണ്. ശരിക്കും നിങ്ങൾക്കൊന്നുമില്ല, ബുദ്ധി ഇല്ലാന്ന് ഞാൻ പറയും. കാരണം നിങ്ങളും കടുത്ത ഫോളോവേഴ്സാണ്. സുന്നികൾ ഇമാമിങ്ങളെ പിന്തുടരുന്നു, നിങ്ങൾ സലഫി പണ്ഡിതന്മാർ പിന്തുടരുന്നു. അതേ വ്യത്യാസമുള്ളൂ. ഇബ്നു തൈമിയ്യയുടെ എന്ത് പറഞ്ഞാലും അതുകൊണ്ട് ഫോളോ ചെയ്യുന്നു. കാല ഇബ്നു തൈമിയ്യ, കാല ഇബ്നു ബാസ്, കാല ഉത്മീൻ, ഇതാണ് നിങ്ങളുടെ മതം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറും വാശിയൊക്കെ കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അഹ്ലു സുന്നയുടെ യഥാർത്ഥ മാർഗം നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഞാൻ അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത്, ഒരു സുന്നിയാവുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരെ മനസ്സിൽ വരിക ജാറ പൂജ, കബറ പൂജ, ശവപൂജ എന്നൊക്കെയാണ്. ഞാൻ പറയട്ടെ മക്കളെ, നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങളുടെ ഏതൊക്കെ കബറിൽ കിടക്കുന്ന ഏതൊക്കെ ആരൊക്കെ മഹാന്മാരാണ്, ആരൊക്കെ മഹാന്മാരല്ല എന്ന് പോലും അറിയാതെ കേവലം ഇസ്ലാഹ് പോലത്തെ മാസികകൾ അടിച്ചു വിടുന്ന പൊട്ടത്തരം വായിച്ചുകൊണ്ട് സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തണ്ട. പറയുന്നത് ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ചാണെങ്കിൽ ആ വലിയന്റെ ഒരു പൊരുത്തക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ മോനെ ജീവിതം രക്ഷപ്പെടൂല. അതിനോട് ഒരുപാട് തെളിവുകൾ ഇന്ന് ലോകത്തുണ്ട്. സത്യം പറയാണ്, വെറുതെ ആവേശം കൊണ്ടുകൊണ്ട് എനിക്ക് സലഫിസം എന്ന് പറഞ്ഞ ഒരു മോഡേണിസമാണ് എനിക്കൊക്കെ ചെറുപ്പത്തിൽ തോന്നിയതാ. കാരണം പൊതുവെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉള്ള വ്യവസ്ഥയിൽ നിന്നൊന്ന് വ്യത്യസ്തമായി നിൽക്കുക, ഒന്ന് മോഡേണിസമായി നിൽക്കുക. ആ ഒരു ചിന്തയിൽ നിന്ന് പലരും സലഫിയാവുന്നുണ്ട്. ഒരു നല്ല പഠനത്തിലൂടെ ഒരിക്കലും ഒരാൾ സലഫിയാവില്ല. പഠിച്ചാൽ അവൻ സലഫിയാവില്ല. സുന്നിയാവണമെങ്കിൽ പഠിക്കണം. കാരണം സുന്നിയാ എളുപ്പമാവാൻ പറ്റില്ല, എളുപ്പത്തിൽ ആർക്കും സുന്നിയാൻ പറ്റില്ല. പക്ഷെ സലഫി അവൻ എളുപ്പമാണ്. കാരണം അതാണ് സലഫിസം, അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുപാടുണ്ട്, എനിക്കറിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇവരൊക്കെ നല്ല സ്നേഹം, എന്നേക്കാൾ കൂടുതൽ വരെ പടച്ചോനെ പേടിയുള്ളവരും ഒക്കെയാണ്. ഞാനൊന്നും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയ മനുഷ്യനൊന്നുമില്ല. എന്നാലും എനിക്കറിയുന്നത് ഞാൻ പറയാണ്. ഇൻഷാ അല്ലാഹ് പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റംസാൻ മാസം തൊട്ട് തന്നെ എനിക്ക് എന്നാലും കുറച്ചുകൂടി അൽഹംദുലില്ലാഹ് ഇബാദത്പരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എല്ലാ സലഫി സഹോദരന്മാർക്കും എല്ലാവർക്കും യഥാർത്ഥ ദീനിന്റെ വഴി ലഭിക്കണമേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ രാഹുൽ ബിൻ ബീരാൻ. എന്തുകൊണ്ട് ഞാൻ വഹാബിസം വിട്ടു എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ ആശയം വിടാൻ എന്തായിരിക്കും കാരണമെന്നറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പിന്മാറ്റം, വഹാബിസത്തിൽ നിന്നുള്ള പിന്മാറ്റം, അത് കേവലം എന്തെങ്കിലും പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ആരുടെയും ഒരാളുടെ പ്രചോദനം ഇതൊന്നുമല്ല. കൃത്യമായ തെളിവിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് വഹാബിസം അതിൻ്റെ പ്രശ്നങ്ങളും ബോധ്യപ്പെട്ടത്. ഇവിടെ എനിക്കാദ്യം പറയാനുള്ളത്, ഏകദേശം +2 വരെ കാര്യമായ മതബോധമൊന്നുമില്ലാതെ ജീവിച്ച എനിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരിലൂടെയാണ് ഞാൻ പിന്നെ ദീനീപരമായ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. മുജാഹിദ് പ്രസ്ഥാനം അവർ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇതെല്ലാം ഞാൻ മുജാഹിദ് പള്ളികളിലെ ഒത്തുപോയിലൂടെ മുജാഹിദ്